നമസ്കാരം. സവോളയ്ക്ക് പകരം ചെറിയുള്ളി ചേർത്ത് ചെയ്യുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. മൈ നെയിം ഈസ് ഷാൻ ജിയോ. വെൽക്കം ടു ദ വീഡിയോ. ഇത് ഒരു ഫുൾ ചിക്കൻ ക്ലീൻ ചെയ്ത ശേഷം 1 കിലോ 200 ഗ്രാം ഉണ്ട്. ഏകദേശം 6 പേർക്ക് സെർവ് ചെയ്യാൻ ഇത് മതിയാകും. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളകുപൊടി 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ ഉപ്പ്, നാരങ്ങ നീര് 1/2 ടീസ്പൂൺ, അതായത് 1/2 ടേബിൾ സ്പൂൺ. ഇനി എല്ലാ ചിക്കൻ പീസിലും ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് പറ്റിപ്പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് കുറഞ്ഞത് അരമണിക്കൂർ നേരമെങ്കിലും അടച്ച് മാറ്റി വയ്ക്കുക. 1-2 മണിക്കൂർ നേരം വയ്ക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. അതുപോലെ തന്നെ റെഫ്രിജറേറ്ററിൽ വയ്ക്കുന്നതായിരിക്കും നല്ലത്. ആ സമയം കൊണ്ട് നമുക്ക് ചെറിയുള്ളി റെഡിയാക്കിയെടുക്കാം. തൊലി പൊളിച്ച് നീളത്തിൽ അരിഞ്ഞെടുത്ത 400 ഗ്രാം ചെറിയുള്ളിയാണിത്. ഏകദേശം 3 കപ്പോളമുണ്ട്. തീരെ ചെറുതായിട്ട് അരിയണമെന്നില്ല. ഒരു ചെറിയുള്ളി 4 കീറിയിട്ടാൽ മതി. ഇനി നമുക്ക് ചിക്കൻ ചെറിയുള്ളി റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇവിടെ ഒരു പാനിൽ വെളിച്ചെണ്ണ 6 ടേബിൾ സ്പൂൺ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ തീ കുറച്ച് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം 2 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണം ചോപ്പ് ചെയ്തത്, 12 വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, അടുത്തതായി കറിവേപ്പില 3-4 തണ്ട്, അതോടൊപ്പം തന്നെ ചില്ലി ഫ്ലേക്സ് ഉണക്കമുളക് ചതച്ചത് 1/2 ടീസ്പൂൺ, അതായത് 1/2 ടേബിൾ സ്പൂൺ. ഇനി ഏകദേശം 20 സെക്കൻഡ് നേരം മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക. ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ 2-3 പച്ചമുളക് ചോപ്പ് ചെയ്ത് ചേർത്താലും മതിയാകും. പിന്നീട് ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർക്കുക. ഇനി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഉപ്പ് ചേർക്കണം. 1 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കേണ്ടത്. ഇനി ചെറിയുള്ളി ഒരു ഗോൾഡൻ കളർ ആവാൻ തുടങ്ങുന്നതുവരെ തുടർച്ചയായിട്ട് ഇളക്കി വഴട്ടിയെടുക്കുക. സ്റ്റൗ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. ഇതിപ്പോൾ ഗോൾഡൻ കളർ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി തീ കുറച്ച് ലോ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം ഇതിലേക്ക് മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 2/2 ടേബിൾ സ്പൂൺ. നല്ല കളറ് കിട്ടുന്നതിനും എരിവ് കുറയ്ക്കുന്നതിനും വേണ്ടിയാണ് കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കുന്നത്. സാധാരണ മുളക് പൊടിയാണെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ മതിയാകും. ഗരം മസാല 1 ടീസ്പൂൺ. നല്ല ഗരം മസാല എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്നുള്ളൊരു വീഡിയോ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. മസാലപ്പൊടികളുടെ പച്ചച്ചൊവയൊന്ന് മാറുന്നതിനായിട്ട് വീണ്ടും തുടർച്ചയായിട്ട് 1/2 മിനിറ്റ് നേരം ഇളക്കുക. 1/2 മിനിറ്റ് നേരം ഇളക്കിയ ശേഷം ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ചേർക്കുക. പിന്നീട് തീ കൂട്ടി ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അടുത്ത 3 മിനിറ്റ് നേരം ഓരോ മിനിറ്റ് ഇടവിട്ട് ഇളക്കി കൊടുക്കുക. തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. ചിക്കൻ നന്നായിട്ടൊന്ന് ചൂടായി അതിനുള്ളിൽ നിന്നും വെള്ളം ഇറങ്ങി തുടങ്ങുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ ഏകദേശം 3 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കനുള്ളിൽ നിന്നും കുറേശ്ശെ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഈ അവസരത്തിൽ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഇതുപോലെ സൈഡിലൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി പാൻ അടച്ചു വെച്ച് ആദ്യത്തെ 1 മിനിറ്റ് നേരം സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ വെച്ചും പിന്നീട് മീഡിയം ഫ്ലെയിമിലും വേവിക്കുക. ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും തുറന്ന് ഒന്ന് ഇളക്കിയിടുക. അങ്ങനെ ടോട്ടൽ 15 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കുക. ഇതിപ്പോൾ ടോട്ടൽ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കനൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഈ അവസരത്തിൽ ഇതിലേക്ക് കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് ഇളക്കുക. ഒരു സെമി ഗ്രേവിയോട് കൂടിയ കറിയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഈ അവസരത്തിൽ തീ ഓഫ് ചെയ്യാവുന്നതാണ്. നേരെ മറിച്ച് വെള്ളം അല്പമൊന്ന് വറ്റിച്ച് ഒരു റോസ്റ്റ് ആക്കി എടുക്കുന്നതിനായിട്ട് 2-3 മിനിറ്റ് നേരം കൂടി തുറന്നു വെച്ച് വേവിക്കുക. ഇതിപ്പോൾ വെള്ളം അല്പം കൂടി ഒന്ന് വറ്റി പാകത്തിനുള്ള പരുവത്തിനായിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യുക. അല്പനേരം ഇരുന്ന് ചൂടൊന്ന് കുറഞ്ഞു കഴിയുമ്പോൾ ഗ്രേവി ഇതുപോലെ നന്നായിട്ട് കുറുകി വരും. പിന്നീട് കുറഞ്ഞത് അരമണിക്കൂർ നേരമെങ്കിലും ഒന്ന് വെച്ച് കറി ഒന്ന് സെറ്റായതിനു ശേഷം സെർവ് ചെയ്യുക. ഉള്ളിയിട്ട ചിക്കൻ റോസ്റ്റ് ചോറ്, ചപ്പാത്തി, അപ്പം, ഇടിയപ്പം തുടങ്ങി എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ദയവായി താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.